ഒരു നല്ല ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 5 സ്ട്രോങ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഡയറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ മാറുന്നതിന് ഇത് നിങ്ങളെ സഹായിച്ചേക്കാം. നല്ലൊരു ഡയറ്റ് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ എന്നെ അന്വേഷിച്ച് വരാറുണ്ട്. തടി കുറയ്ക്കാനുള്ളൊരു ഡയറ്റ്, അല്ലെങ്കിൽ തടി കൂട്ടാനുള്ള ഡയറ്റ്, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഫാറ്റ് ലോസിനുള്ള ഡയറ്റ്, അതായത് കൊഴുപ്പ് ഉരുക്കിക്കളയാനായിട്ടുള്ള ഡയറ്റ്, അല്ലെങ്കിൽ ഡയബറ്റീസിന് പറ്റുന്ന ഡയറ്റ്, PCODക്ക് പറ്റിയ ഡയറ്റ്, ഫാറ്റി ലിവറിന് പറ്റിയ ഡയറ്റ്, ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസിനുള്ള ഡയറ്റ്, ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റ് അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. ചില ആൾക്കാർ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ വളരെ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ഡയറ്ററി പാറ്റേണുകൾ ഫോളോ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. കീറ്റോ ഡയറ്റ് വളരെ പോപ്പുലറാണ്. കീറ്റോ ഡയറ്റ്, അല്ലെങ്കിൽ LCHF ഡയറ്റ്, മെഡിറ്ററേനിയൻ ഡയറ്റ്, വീഗൻ ഡയറ്റ്, പാലിയോ ഡയറ്റ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടത് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒന്നാണ് 5:2 ഡയറ്റ്. അതായത് 5 ദിവസം എന്തും കഴിക്കാം, 2 ദിവസം വളരെ മാന്യമായ രീതിയിൽ ഹെൽത്തി ആയിട്ട് കഴിക്കുക. ഇത്തരത്തിലുള്ള വളരെ കടുത്ത തീവ്ര സ്വഭാവമുള്ള ഭക്ഷണക്രമങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ ഭക്ഷണ രീതികളിൽ ഇത്രമാത്രം ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള കാരണം? നമുക്ക് ആദ്യം ഇതൊന്ന് പരിശോധിച്ച് നോക്കാം. ന്യൂട്രീഷൻ സയൻസും ന്യൂട്രീഷൻ റിസർച്ചും കുറച്ച് സങ്കീർണമാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ കൂടുതലും ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പബ്ലിഷ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകൾ നോക്കിയാൽ കൂടുതൽ നടക്കുന്നത് ലബോറട്ടറി അനിമൽസിലാണ്. പലപ്പോഴും വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, ഫുള്ളി കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയറമെൻറ്റ് അവൈലബിൾ ആണ്. മാത്രമല്ല അതൊക്കെ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ഓർഗാനിസംസ് ആണ്, ഷോർട്ട് ലൈഫ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പഠനങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളാണ് കൂടുതലും നമ്മൾ ജനറലൈസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഹ്യൂമൻ ബീയിങ്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസംസ് ആണ്. അതോടൊപ്പം നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സും വളരെ കോംപ്ലക്സ് ആണ്. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ന്യൂട്രീഷൻ സ്റ്റഡി നടത്തുന്നത് വളരെ എളുപ്പമല്ല. കാരണം ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ്റെ ഡയറ്റ് പഠന വിധേയമാക്കുമ്പോൾ ഒരുപാട് കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് പലപ്പോഴും പല പഠനങ്ങളിലും സമാനമായിട്ടുള്ള സാഹചര്യമല്ല ഉണ്ടാക്കുന്നത്. കൂടുതലും നമ്മൾ നടക്കുന്നത് എപ്പിഡമിയോളജിക്കൽ സ്റ്റഡിയിലാണ്, സാമൂഹ്യ പഠനങ്ങളാണ്. അപ്പോൾ അത്തരം പഠനങ്ങൾ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു എവിഡൻസ്, അതിൻ്റെ ഒരു സോളിഡായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റബിൾ ആയിട്ടുള്ള എവിഡൻസുകൾ വളരെ കുറവാണ്. നമുക്ക് കിട്ടുന്നത് കൂടുതലും ഇത്തരത്തിലുള്ള പാറ്റേണുകളാണ്. ഇപ്പോൾ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്ന പോലത്തെ വളരെ ഡീപ്പ് എവിഡൻസ് ഉള്ള സ്റ്റഡീസ് പലപ്പോഴും ന്യൂട്രീഷനിലില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റഡികളും ഇത്തരത്തിലുള്ള റിസൾട്ടുകളും അതിൽ നിന്ന് കിട്ടുന്ന പാറ്റേണുകളും വളരെയധികം ജനറലൈസ് ചെയ്യപ്പെടും. ചിലപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ ഒരു സമയത്ത് ഭക്ഷണ സംബന്ധമായ, പോഷക സംബന്ധമായ കാര്യങ്ങളിൽ കിട്ടുന്ന റിസൾട്ടുകൾ എല്ലാ സ്ഥലത്തും, എല്ലാ ആൾക്കാരിലും, എല്ലാ സന്ദർഭങ്ങളിലും ഒരുപോലെ കിട്ടണമെന്നില്ല. ഇതാണ് ന്യൂട്രീഷനുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഞാൻ ആദ്യമായിട്ട് ഗ്രാജുവേറ്റ് ചെയ്തത് വെറ്ററിനറി സയൻസിലാണ്. അതിനുശേഷമാണ് ലോകത്തെ മികച്ച ന്യൂട്രീഷൻ സ്കൂളുകളിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. ഞങ്ങൾ വെറ്ററിനറി സയൻസിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയറമെൻറ്റുകളിൽ, ഫാമുകളിൽ വളർത്താറുണ്ട്. ഈ ഫാമുകളിൽ വളർത്തുമ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റീവുണ്ട്. ഒരുപക്ഷെ പശുക്കളിൽ നിന്ന് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാനോ, അല്ലെങ്കിൽ മുട്ട ഉണ്ടാക്കാനോ, ഇറച്ചി ഉൽപ്പാദിപ്പിക്കാനാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അതാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഒരേ പാറ്റേണിൽ വളർത്തുന്നു. അവിടെ കൊടുക്കുന്ന ഒന്നിന് പറയുന്ന പേരാണ് ഫീഡ്. അതിന് നമ്മൾ മലയാളത്തിൽ തീറ്റ എന്ന് പറയും. അപ്പോൾ ഫുഡും ഫീഡും തമ്മിൽ വ്യത്യാസമുണ്ട്, ഭക്ഷണവും തീറ്റയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭക്ഷണം ഒരു വ്യക്തി അവൻ്റെ ശരീരവും അവൻ്റെ ആവശ്യകതയും മനസ്സിലാക്കി സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ്, ഒരു ക്രമമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. പക്ഷേ തീറ്റ അങ്ങനെയല്ല. ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള പാറ്റേണിൽ നമ്മൾ കൊടുക്കുന്ന പോഷകങ്ങളുടെ ഘടന മുൻകൂട്ടി തീരുമാനിച്ച് കൊടുക്കുന്ന ഒന്നാണ് തീറ്റ. ഇപ്പോൾ നിങ്ങൾ കേട്ടോ, കാറ്റിൽ ഫീഡ്, പൗൾട്രി ഫീഡ്, റാബിറ്റ് ഫീഡ്, പിഗ് ഫീഡ്. പിന്നെ കുറച്ച് ഇമോഷണൽ എലമെൻ്റ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നായ്ക്കൾക്കും പൂച്ചകൾക്കും കൊടുക്കുന്നതിന് ഡോഗ് ഫുഡെന്നും കാറ്റ് ഫുഡെന്നും പറയുന്നത്. അപ്പോൾ ജനറലി അത്തരത്തിൽ എല്ലാവർക്കും കൊടുക്കാവുന്നൊരു ഭക്ഷണം, എല്ലാവരും കഴിക്കേണ്ട ഒരു പോഷകക്രമം അങ്ങനെ ഒന്നില്ല എന്നുള്ളതാണ് ശാസ്ത്രീയമായ തത്വം. അപ്പോൾ അതുകൊണ്ടാണ് ഡയറ്റല്ല പഠിക്കേണ്ടത്, ഡയറ്ററി പ്രിൻസിപ്പിൾസാണ് പഠിക്കേണ്ടത്. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഡയറ്റ്
എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ ഹെൽത്തിനെയും നിങ്ങളുടെ ലോഞ്ചിവിറ്റിയെയും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭക്ഷണക്രമം കണ്ടുപിടിക്കാൻ അപ്ലൈ ചെയ്യാവുന്ന വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള 5 പ്രിൻസിപ്പിൾസാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ നോ യുവർ മെറ്റബോളിസം, നോ യുവർ മെറ്റബോളിക് കപ്പാസിറ്റി എന്നുള്ളതാണ്. എന്താണ് മെറ്റബോളിസം? വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഹെൽത്ത് ടേമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് തുടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ശരീരം എത്ര എഫിഷ്യൻ്റായിട്ട്, എത്ര എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു വാഹനമുണ്ടെന്ന് കരുതാം. അതേത് വാഹനമാണ്, അതിലെന്ത് ടൈപ്പ് ഓഫ് ഫ്യൂവലാണ് ഉപയോഗിക്കേണ്ടത്, ഇപ്പോഴത്തെ ഫ്യൂവൽ കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണ്ടേ. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ മെറ്റബോളിസം. മെറ്റബോളിസം എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? മെറ്റബോളിസം അറിയാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില ശാരീരികമായിട്ടുള്ള മെഷർമെൻറ്റുകളുണ്ട്, ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങളുടെ വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ എന്താണ്, നിങ്ങളുടെ സ്കെലിറ്റൽ മസിൽ മാസ് എന്താണ്, അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് എത്രയുണ്ട്, അതിൽ വിസറൽ ഫാറ്റ് എത്ര, സ്കിൻ ഫാറ്റ് എത്ര, ഇതുകൂടാതെ നമ്മളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ എത്ര, HbA1c ലെവൽ എത്ര, ട്രൈഗ്ലിസറൈഡ്സ് എത്ര, യൂറിക് ആസിഡ് എത്ര, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിലിമിനറി ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻസാണ്. ഇതിൻ്റെ ഡീപ്പറായിട്ടുള്ള സയൻസിനെ സംബന്ധിച്ച് ഞാനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം ഷെയർ ചെയ്യാം. എനിവേ, ടു ബിഗിൻ വിത്ത് നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളുടെ ഇപ്പോഴത്തെ മെറ്റബോളിക് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. കാരണം അത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ മെറ്റബോളിസം വളരെ ദുർബലമാണ്, അത് വളരെയധികം വീക്കാണ്. ഇത് നിങ്ങളുടെ ഭക്ഷണക്രമം തീരുമാനിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. ഐ തിങ്ക് എവ്രിബഡി ഷുഡ് ചെക്ക് ദെയർ മെറ്റബോളിക് സ്റ്റാറ്റസ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എൻ ഇയർ. പ്രോബ്ലമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു 3-6 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ മെറ്റബോളിക് സ്റ്റാറ്റസ് അസസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ഒരു കാലറി റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ ഒരു കാലറി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഭക്ഷണക്രമത്തിലോട്ട് മാറുക എന്നുള്ള. ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ജീവിത രീതി ഡിമാൻഡ് ചെയ്യുന്നത് വളരെ കുറച്ച് ഊർജ്ജം മാത്രം ആവശ്യമുള്ള ഒന്നാണ്. ഒരു 100-150 വർഷത്തിന് പുറകിലോട്ട് പോയാൽ നമ്മളൊക്കെ തന്നെ വളരെ ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള, വളരെ ഫിസിക്കൽ ആക്ടിവിറ്റികൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജീവിത രീതിയായിരുന്നു. നമ്മൾ കൃഷിപ്പണി ചെയ്തും നടന്നും മല കയറിയും നീന്തിയും മരം കയറിയും നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് തരത്തിലുള്ള ചുറ്റുപാടുകളിൽ ഏർപ്പെടുന്ന കായികമായിട്ടുള്ള നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ ഡിമാൻഡ് ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് ലൈഫായിരുന്നു. ഏകദേശം ഒരു 3000 to 3500 കാലറീസ് എങ്കിലും ഒരു ശരാശരിക്കാരൻ ഒരു ദിവസം ജീവിക്കാൻ വേണമായിരുന്നു. പക്ഷേ അവർ ലൈഫ് ഹാസ് അണ്ടർഗോൺ ട്രമെൻഡസ് ചേഞ്ച്. ഇന്നത്തെ ഒരു ശരാശരിക്കാരൻ ഒരു ദിവസം വേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു 1000-1200 കാലറിക്ക് അപ്പുറത്തോട്ട് വേണ്ടി വരില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1/3, 1/3 നമ്മളുടെ ആക്ച്വൽ കാലറി റിക്വയർമെൻറ്റ് കുറഞ്ഞു. ഒരു കാലറി റെസ്ട്രിക്ഷനിലോട്ട് നമ്മൾ പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു ഭക്ഷണത്തെ സംബന്ധിച്ച് എല്ലാം കാലറി അല്ല. പലപ്പോഴും കാലറി ഇൻ കാലറി ഔട്ട് ഒരു പ്രിൻസിപ്പിൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിസോ എന്ന് പറയും. കാലറി മാത്രമല്ല എല്ലാം ഭക്ഷണത്തെ തീരുമാനിക്കുന്നത്. പക്ഷേ നിങ്ങൾ കഴിക്കുന്നത് വളരെ നല്ല ഭക്ഷണമാണെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് കാലറി കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു ഹെൽത്തിന്, ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടൊരു കാര്യമല്ല. ഇവിടെ ചില ആൾക്കാർ പറയുന്ന, അല്ലെങ്കിൽ മിക്ക ആൾക്കാരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വളരെ ഫുഡിയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരും ഫുഡ് തന്നെയാണ്. ഭക്ഷണത്തിനോട് ഇഷ്ടം നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ പ്രോബ്ലം അതല്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഫുഡിനെ നമ്മളുടെ പല ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് ഉപയോഗിക്കുന്നു. പലപ്പോഴും പലരുടെ സമ്മർദ്ദങ്ങളും സന്തോഷങ്ങളും തീർക്കുന്നത് ഭക്ഷണത്തിലാണ്. ഇവിടെയാണ് പലപ്പോഴും നമ്മളുടെ വഴിതെറ്റിപ്പോകുന്നത്. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു വളരെ ഹെൽത്തി ആയിട്ടൊരു സെലിബ്രിറ്റി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാൻ എല്ലാം കഴിക്കും പക്ഷെ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. സോ ഇഫ് യു വാണ്ട് ടു റെസ്ട്രിക്റ്റ് യുവർ കാലറീസ്, ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം ഗ്രെയിൻസ് ഇൻടേക്ക് ലിമിറ്റ് ചെയ്യാം. ആൻഡ് മൈ റെക്കമെൻഡേഷൻ, എൻ്റെ പേഴ്സണൽ പ്രാക്ടീസ്, ദിവസം കഴിവതും ഒരു നേരം മാത്രമേ ധാന്യങ്ങൾ ഉപയോഗിക്കൂ. അതും ഹോൾ ഗ്രെയിൻസ്, ധാന്യങ്ങൾ സംസ്കരിക്കാത്ത രീതിയിൽ, മുഴുവനായ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പ്രിൻസിപ്പിൾ നമ്പർ 3, ഒരു പ്രോട്ടീൻ സെൻട്രിക് ഡയറ്റ് ആവുന്നതാണ് നല്ലത്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു പോഷക വസ്തു പ്രോട്ടീനാണ്. എനിക്ക് തോന്നുന്നത് ലീസ്റ്റ് ഫ്ലെക്സിബിൾ ന്യൂട്രിയൻ എന്ന് പറയാവുന്നത് പ്രോട്ടീൻ തന്നെയാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. പ്രോട്ടീൻ ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിയൻ്റ് അല്ല, കാലറി അല്ല അതിന് വേണ്ടത്.
അതൊരു ആനബോളിക് ന്യൂട്രിയൻ്റാണ്. അതായത് ശരീരത്തിൻ്റെ നിർമ്മാണ വസ്തു തന്നെ പ്രോട്ടീനാണ്. പല ആൾക്കാർക്കും പക്ഷേ പ്രോട്ടീൻ ഇച്ചിരി ഭയമുണ്ട്. പ്രോട്ടീൻ അധികമായി പോകുമോ, പ്രോട്ടീൻ കഴിച്ചാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുമുണ്ടാകും തുടങ്ങിയിട്ടുള്ള അനാവശ്യമായ ഭയങ്ങൾ കൂടുതലുണ്ട്. ഒരു കാര്യം ശരിയാണ്, ഒരു പക്ഷേ ഒരു മെഡിക്കൽ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ കിഡ്നിയോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ലിവറിലോ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെഡിക്കൽ അഡ്വൈസ് ഉണ്ട് റെസ്ട്രിക്റ്റ് പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വസ്തുത വളരെ കറക്റ്റാണ്. പക്ഷേ ഞാൻ എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ഇന്നേ വരെ പ്രോട്ടീൻ അമിതമായി കഴിച്ചിട്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളെ ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് ടോക്സിറ്റി കൊണ്ടാണ്. നല്ലതെന്ന് കരുതി ഒരുപാട് കഴിക്കുന്ന അന്നജം കഴിച്ചിട്ടാണ് നമുക്ക് കൂടുതലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ഏറ്റവും പുതിയ ശാസ്ത്രീയമായ കണക്കുകൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഒരു ദിവസം ഒരു 1.6 ഗ്രാം പെർ കിലോഗ്രാം പ്രോട്ടീൻ എങ്കിലും കഴിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ വെജിറ്റേറിയൻ ആയിരിക്കാം, നോൺ വെജിറ്റേറിയൻ ആയിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഏത് മീല് കഴിക്കുമ്പോൾ, ഇപ്പോൾ 3 മീലാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ സെൻട്രൽ എലമെൻറ്റ് പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് തന്നെ ആയിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ലഞ്ച് കഴിക്കാമെന്ന് വിചാരിക്കുക. നമ്മളുടെ സാധാരണ ഒരു ക്രമവും രീതി എന്താ? നടുക്ക് ചോറ് വിളമ്പുക, ചോറ് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള കറികൾ വിളമ്പുക എന്നുള്ള. ഞാൻ എൻ്റെ പല ക്ലയൻസിനും പറയുന്ന ഒരു ഉപായം പറഞ്ഞു തരാം. ചോറ് വിളമ്പുക, അതിനുശേഷം ചോറിനൊന്ന് പതുക്കെ സൈഡിലോട്ട് നീക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്ലേറ്റിൻ്റെ നടുക്ക് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഏതാണോ അതായിരിക്കണം ആദ്യം വിളമ്പേണ്ടത്, അല്ലെങ്കിൽ അതായിരിക്കണം സെൻട്രലായിട്ട്. അത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന വലിയൊരു ഒരു പുതിയ സങ്കല്പമായിരിക്കും. നാലാമത്തെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ, നമ്മൾ എന്തൊക്കെ ഭക്ഷണത്തിൻ്റെ കോമ്പിനേഷനുകളും ഫോർമുലേഷനുകളും പ്ലാനുകളുമാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ തമ്പ് റൂളുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു 50% എങ്കിലും പ്ലാൻ റിച്ച് ആയിരിക്കണം. അത് 60 to 70% ആയാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് മിനിമം 50% ഷുഡ് ബി പ്ലാൻ ബേസ്ഡ് ഓർ പ്ലാൻ റിച്ച്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് വെജിറ്റബിൾസാണ്, ലീവ്സാണ്. ഓഫ് കോഴ്സ് ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റബോളിക് സ്റ്റേറ്റസും നമ്മുടെ ശരീരത്തിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാർക്കും മധുരമുള്ള പഴങ്ങൾ അമിതമായി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ദേ കാൺട്ട് അഫോർഡ് ടു മച്ച് ഓഫ് ഫ്രൂട്ട്സ്. അതുകൊണ്ട് ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡായിട്ട് അധികം മധുരമില്ലാത്ത പഴങ്ങൾ അല്ലെങ്കിൽ മധുരമുള്ള പഴങ്ങൾ വളരെ റെസ്ട്രിക്റ്റായിട്ട് ഉപയോഗിക്കുക. എനിക്കറിയുന്ന പല ഇത്തരത്തിലുള്ള ചില എക്സ്ട്രീം ഡയറ്ററി പാറ്റേൺസ്, ഇപ്പോൾ കീറ്റോ ഡയറ്റുകളോ അല്ലെങ്കിൽ കാർണിവോർ ഡയറ്റുകളോ എനിക്കറിയില്ല, ഇത്തരത്തിലുള്ള എക്സ്ട്രീം പാറ്റേണുകൾ ഫോളോ ചെയ്യുന്ന പലരും മിസ്സാവുന്നത് ദ റോൾ ഓഫ് വെജിറ്റബിൾസ്, ലീവ്സ്, ഫൈബേഴ്സ് ആൻഡ് അതർ മൈക്രോ ന്യൂട്രിയൻസ് ഇൻ ദ ഡയറ്റ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ്, നോ യുവർ ബോഡി. നമ്മൾ നമ്മുടെ ശരീരത്തെ അറിയാമെന്നുള്ള. കാരണം വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും ഡിഫറെൻ്റാണ്. ഒരുപക്ഷെ കാഴ്ചയ്ക്ക് എല്ലാവരും മനുഷ്യരെ പോലെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ബയോ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ജൈവ വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൻ്റെ റെസ്പോൺസ് ടു ഫുഡ് ഒബ്സർവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് നോക്കിയാൽ ചില ഭക്ഷണങ്ങൾ അവർക്ക് തീരെ പൊരുത്തപ്പെടാൻ പറ്റാതെ വരും. ചിലർക്ക് ഈവൻ അത് ഫുഡ് ഇൻടോളറൻസിലോട്ട് പോകാം. ഞാൻ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒന്ന് ഗ്ലൂട്ടൻ ഇൻടോളറൻസ്, പാലിലുള്ള ലാക്ടോസ് ഇൻടോളറൻസ് ആയിരിക്കാം, സിട്രസ് ഫ്രൂട്ട്സിന് ഇൻടോളറൻസ് ആയിരിക്കാം, മേ ബി ചിലർക്ക് എഗ്ഗിൻ്റെ ഇൻടോളറൻസ് ഉണ്ടാവാം, നട്ട്സിൻ്റെ ഇൻടോളറൻസ് ഉണ്ടാവാം. ഇത് നമുക്ക് മാത്രമല്ല കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപക്ഷെ അതിൽ പോഷക ഗുണമുണ്ട്, അത് ചില വ്യക്തികൾ കഴിക്കുമ്പോൾ അവർക്ക് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്കത് സ്യൂട്ടാവണമെന്നില്ല. അപ്പം നമുക്ക് സ്യൂട്ടാവുന്നത് എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സോ ജസ്റ്റ് സ്റ്റാർട്ട് ഒബ്സർവിങ് യുവർ ബോഡി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്ഷണം നമുക്ക് യോജിച്ചാണോ എന്ന് കണ്ടുപിടിക്കുന്നത് ഒരു യാത്രയാണ്. അതിനകത്ത് ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ പറ്റാം. അപ്പം ഞാൻ എൻ്റെ ഭക്ഷണക്രമത്തിൻ്റെ ഒരു യാത്ര ആലോചിച്ച് നോക്കിയാൽ ഐ ഹാവ് ഗോൺ ത്രൂ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫേസസ് ഇൻ മൈ ലൈഫ്. പല കാര്യങ്ങൾ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. പലത് പരിശ്രമിച്ച് നോക്കുമ്പോൾ ഒരുപാട് സെറ്റ് ബാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും എനിക്കുണ്ടാകാൻ സാധ്യതയുള്ളൊരു ബയസ് എന്താണ്, എനിക്ക് കിട്ടിയ റിസൾട്ടുകൾ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആൾക്കാർക്ക് കിട്ടിയ ആരോഗ്യപരമായിട്ടുള്ള ബെനിഫിറ്റുകൾ ഞാൻ ജനറലൈസ് ചെയ്യാൻ നോക്കും. അതിനൊക്കെ ഉപരിയായിട്ട് now the science has grown to an extent wherein everything is being scientifically studied. അപ്പോൾ കഴിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അതിനകത്തൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾസ് ഉണ്ടാവണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അത് പ്രാക്ടിക്കലായിരിക്കണം, പ്രായോഗികമായിട്ടുള്ള ഒന്നായിരിക്കണം. നടക്കാത്ത സുന്ദരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഡയറ്റുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മളെ സംബന്ധിച്ച് അത് പ്രാക്ടിക്കലായിരിക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അത് എൻജോയബിൾ ആയിരിക്കണം. എൻജോയബിൾ മീൻസ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഡയറ്ററി പാറ്റേൺ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ. ഈ പറഞ്ഞ കാരണങ്ങളാൽ ഞാൻ ആൾക്കാർക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കാറില്ല.
പക്ഷേ നിങ്ങൾക്ക് പറ്റുന്ന ഡയറ്റ് എങ്ങനെ കണ്ടെത്താം, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരെ ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്, ഈ പ്രിൻസിപ്പിൾസ് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ സംസാരിച്ച കാര്യങ്ങളുടെ പുറകിൽ ഒരു യുക്തിയുണ്ട്, അതൊരു ലോജിക്കലാണ്, അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഡയറ്റ് 1 എന്ന പ്രിൻസിപ്പിൾസാണ്. ഡയറ്റ് 1 പ്രിൻസിപ്പിൾസ് ഒരു വ്യക്തിയെ കുറച്ച് സമയമെടുത്ത് കുറച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അവരെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ, ശരിക്കും എന്നും വണ്ടി ഓടിക്കാൻ ഒരു ഡ്രൈവറെ വെക്കുന്നതിന് പകരം നിങ്ങൾ സ്വന്തമായി വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് പോലെ ആയി മാറും. ഡയറ്റ് 1 ആ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കി അത് സ്വന്തം ജീവിതത്തിൽ, അത് എത്ര വൈവിധ്യമായിട്ടുള്ള രീതികളിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ പോലും സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്ത ആൾക്കാരിൽ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് അവരുടെ ഓവറോൾ ഹെൽത്തിൽ ഉണ്ടാക്കിയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.